ഇന്നത്തെ വചനചിന്ത മനുഷ്യ മനസ്സിനെ ബന്ധിപ്പിക്കുന്ന പാലം. ധനികരായ മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ 2 ആൺമക്കളും തമ്മിൽ ശത്രുതയിലായി. അവർ തമ്മിൽ മത്സരവും ശത്രുത്വവും വർദ്ധിക്കുവാൻ തുടങ്ങി. മൂത്തപുത്രനാകട്ടെ വളരെ ധനികനായിത്തീർന്നു. ഇളയവൻ തൻ്റെ കൃഷിയിടവുമായെല്ലാം ഒതുങ്ങി. അവരുടെ 2 പേരുടെയും വാസസ്ഥലങ്ങളെ ഒരു ചെറിയ നദി വേർപെടുത്തിയിരുന്നു. മൂത്തവൻ ഇളയവനെ വളരെ വെറുത്തു. മൂത്തയാൾ 2 മാസം ഉല്ലാസയാത്രയ്ക്ക് പോകുവാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് അവരുടെ കാര്യസ്ഥനെ വിളിച്ചു. ഇനി ഒരിക്കലും ഇളയവനെ കാണാത്ത രീതിയിൽ ഒരു മതിൽ പണിയുവാൻ പണവും പദ്ധതിയും ഏർപ്പാടാക്കി ബുദ്ധിമാനായ കാര്യസ്ഥനെ ഏൽപ്പിച്ചു. മതിൽ പണിയുന്നതിന് പകരം ബുദ്ധിമാനായ കാര്യസ്ഥൻ അതിവിശാലമായ ഒരു പാലം പണിത് 2 സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനായി പണിതു തീർത്തു. വേർപെട്ടു നിൽക്കുന്ന 2 സ്ഥലത്തെയും അദ്ദേഹം വിശാലമാക്കി ബന്ധിപ്പിച്ചു. ഇത് കണ്ട ഇളയവൻ തൻ്റെ ജ്യേഷ്ഠൻ പണിത പാലം കണ്ട് സന്തോഷിച്ചു. ജ്യേഷ്ഠൻ്റെ തരിശുഭൂമി പൂക്കളും വിളകളും നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കി. ഒരു നാൾ തിരികെ വന്ന മൂത്തവൻ തൻ്റെ സ്വന്തം സ്ഥലത്തിൻ്റെ മനോഹാരിത കണ്ട് അമ്പരന്നുപോയി. ഇതാരാണ് തൻ്റെ തരിശുഭൂമിയിൽ ഇത്രത്തോളം മനോഹരമാക്കിയത്? ഉടനെ ആ പാലത്തിലൂടെ അനുജനോടി വന്ന് ചേട്ടനെ ആലിംഗനം ചെയ്തു. എനിക്ക് കയറി വരുവാൻ പാലം പണിത എൻ്റെ ചേട്ടൻ്റെ കൂടെയുള്ള വാസത്തേക്കാൾ മനോഹരമായത് എന്താണ്? ചേട്ടൻ അമ്പരന്നുപോയി. ഞാൻ പണിയുവാൻ കാര്യസ്ഥനെ ഏൽപ്പിച്ചത് ഒരു വലിയ മതിലായിരുന്നു. എന്നാൽ അയാൾ പണിതതാകട്ടെ ഒരു പാലവും. മതിലായിരുന്നുവെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അനുജനായിരിക്കും. എന്നാൽ ബുദ്ധിമാനായ കാര്യസ്ഥൻ പണിത പാലമാണ് സകലതും മാറ്റിമറിച്ചത്. മതിലും പാലവും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത്. ഇന്ന് ലോകത്തുയരുന്നത് മതിലുകളാണ്. സൗഖ്യമാക്കുന്ന പാലങ്ങൾ ആരും പണിയുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്ന മതിലുകൾ വ്യക്തികളിൽ, സമൂഹത്തിൽ ഉയരുകയാണ്. മനുഷ്യർ ക്ഷമിക്കുവാനോ മറക്കുവാനോ തയ്യാറാകുന്നില്ല. ഉയർന്ന മതിലുകൾ വീണ്ടും വീണ്ടും ശക്തമാകുന്ന തിരക്കിലാണവർ. ഉണ്ടാക്കിയിരിക്കുന്ന പാലങ്ങൾ തകർത്തു മുന്നേറുവാൻ വെറുപ്പും വാശിയും ഹൃദയങ്ങളിൽ കുത്തി നിറച്ച രാജ്യമുണ്ടാക്കുന്നു. അധികം നാൾ സമാധാനത്തോടെ ആ സ്വാർത്ഥതയിൽ തുടരുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ദൈവമാണ് നിരപ്പിൻ്റെ ഒരു പാലം ആദ്യം പണിത് മാതൃക കാണിച്ചത്. മനുഷ്യൻ പാപം ചെയ്യുകകൊണ്ട് ദൈവവുമായി ഏറെ അകന്നിരുന്നു. എന്നാൽ ദൈവവുമായി മനുഷ്യനെ ബന്ധിപ്പിക്കുവാൻ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് വഴിയൊരുക്കി. സിമൻ്റ് പാലങ്ങൾ തകർന്നാലും മനുഷ്യ മനസ്സുകളെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പാലങ്ങൾ തലമുറയായി നിലനിൽക്കും. അവയെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. സൗഖ്യമാക്കുന്ന പാലങ്ങൾ, വേദനകളെ മാനിക്കുന്ന പാലങ്ങൾ, നിസ്വാർത്ഥതയുടെയും സ്വയത്യാഗത്തിൻ്റെയും പാലങ്ങൾ, അത്ഭുത സ്നേഹത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ നമ്മുടെ മുൻപിൽ തെളിയുന്ന പാലങ്ങളാണ് നമുക്ക് ആവശ്യം. മതത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും മഹിമയുടെയും സ്വാർത്ഥ മതിലുകൾ ഇടിക്കുക. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ
അബ്രഹാം ദൈവശബ്ദം കേട്ട് പ്രവർത്തിച്ചതുപോലെ, ഭക്തനായ ശമൂവേൽ ദൈവശബ്ദം കേട്ട് ജ്ഞാനത്തിൽ വന്നതുപോലെ ദൈവവുമായി വലിയൊരു ബന്ധം സ്ഥാപിച്ച് എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് ജീവിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.